തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം. നമസ്കാരം. ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേസ് പ്രസാദ് ഏട്ടാ, മുജുകുട ചേട്ടാ, നസീർക്ക. പിന്നെ ആദ്യത്തെ സ്കിറ്റ് മനോജ് വലഞ്ചുണ്ട്, സുമിയുണ്ട്, കൂടെ ശെൽവനും. സമയം 5:30 നീ ചെയ്യണ്ടെന്ത് ഈ പണി കഴിഞ്ഞ് ഇതുവരെ വരാത്തെ? സീരിയല് കണ്ടു കളയാം. ആരാണ് ഈ മേഘനാഥൻ? അയാൾ എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തത്? അവൻ സ്ത്രീ വിഷയത്തിൽ അത്ര പോരാ. ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അവളുടെ പിന്നീന്ന് മാർത്തേയില്ല. നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്കൊന്നും കാണാൻ പറ്റുന്നതൊന്നും അല്ലേ ഇത്? എന്തോ ആണുങ്ങളാ ഇത്. ഇവിടെ കാണാൻ മാറിക്കണമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ആ ചെരവയുടെ തടി കൊണ്ട് ഞാൻ തല അങ്ങ് തല്ലി പൊട്ടിച്ചേനെ. ഞാൻ ജോലിക്ക് പോകുന്നുണ്ട്, വീടിന് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തോയിനാ ഭർത്താക്കന്മാര്. എന്താ ഇത്രയും ചെലവിൽ കൊടുത്തത് ഈ ഭർത്താവിന്റെ തലക്കടിച്ച് കൊല്ലുന്ന കാര്യത്തിൽ ഞാനാണ് ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അയ്യോ, ഇത് ഫോണിൽ ഞാൻ സീരിയല്, നമ്മുടെ എന്താ വീട്ടിലെ വിളക്ക് സീരിയലിനകത്ത് കാര്യം പറഞ്ഞതായത്. അയ്യോ, നീ വീട്ടിലെ വിളക്ക് കേട്ടോണ്ടിരിക്കുവാന്നോ? ഈ വീട്ടിൽ വിളക്ക് വെച്ച സന്ധ്യക്ക് ഞാൻ വെച്ചായിരുന്നു. ഉമ്മറത്ത് വിളക്ക് വെച്ചായിരുന്നല്ലോ. ഉമ്മറൊക്കെ വിളക്ക് വെക്കൂ? ഉമ്മറൊക്കെ വിളക്ക് വെക്കുന്നല്ലോ. ഉമ്മറത്തെ ഞാൻ വിളക്ക് വെച്ചായിരുന്നു. അല്ല, നിങ്ങൾ നീ വരാൻ ഇത്രയും താമസിച്ചത് എന്താ? എനിക്കിത് ശമ്പളം കിട്ടുന്ന ദിവസമല്ലായിരുന്നോ? അതിന്റെ ഇളക്കം കാണാനുണ്ട്. എന്നാലും താമസിച്ചത് എന്താ? എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം ഇച്ചിരി താമസിക്കും. ചുറ്റിനും നിന്റെ ബന്ധുക്കാരിൽ താമസിക്കുന്നത്. ഇങ്ങോട്ട് വന്നു കഴിയുമ്പോടാ പൈസ കിട്ടിയോ, ഇച്ചിരി പൈസ ഇങ്ങോട്ട് തരാമോ, 100 രൂപ എനിക്ക് തരാമോ? മുന്നേ ഇങ്ങനെ നടക്കുക, പൈസ നമ്മൾ എവിടുത്തെ എടുത്ത് വെച്ച് കൊടുക്കാനാ ഞാനൊക്കെ? മനുഷ്യനായ കുറച്ച് കണ്ണിച്ചോരൊക്കെ വേണം കേട്ടോ. എന്തോടി ഓരോരുത്തരുടെ അവസ്ഥയില്ലേ, അപ്പൊ കൊടുത്ത് സഹായിക്കണം. എടീ, ഒരാളുടെ അവസ്ഥ കേട്ട് നമ്മൾ പൈസ കടം കൊടുത്താൽ നമ്മുടെ 100 അവസ്ഥ പറയണം ആ പൈസ തിരിച്ചു വാങ്ങിക്കാൻ. നിങ്ങളുടെ ഇതൊക്കെ കേൾക്കുന്ന എന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. നിനക്ക് എന്തിന്റെ കുറവാടി? എനിക്കോ? എനിക്ക് ഈ ചുരിദാറിന് ഇച്ചിരി ഇറക്കക്കുറവുണ്ട്. എന്തോ ചെയ്യാൻ പറ്റും? നീ മുട്ട കുത്തി നടക്കടി. നിങ്ങൾക്കല്ലേ ഈ തറുതല പറയാനൊക്കെ കാണത്തുള്ളല്ലോ. എടി, തറുതല പറയും, ഞാൻ പൈസ ഉണ്ടാക്കും. ഞാൻ ഒന്നും ഇല്ലാത്തടത്തൊന്നാണ് വന്നത്. അതുകൊണ്ട് പൈസ ഞാൻ ശേഖരിച്ച് മാറ്റി വെക്കും. പക്ഷെ നിങ്ങളുടെ അച്ഛനെ കണ്ട അങ്ങനെ പറയത്തില്ലല്ലോ, ഒന്നും ഇല്ലാത്തടത്താന്ന്. ഞാൻ എന്റെ അച്ഛനെ കണ്ടായത് പഠിച്ചത്. ചെറുപ്പകാലത്ത് സന്ധ്യയാകുമ്പോ കിടക്കാൻ നേരത്ത് അമ്മച്ചോട് പറയും, അമ്മേ വിശക്ക് തുന്നല് തരാനെന്ന്. എന്നിട്ട് അമ്മ എന്നോട് പറയും, മക്കളെ ഈ വീട്ടിലൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വാവാ പാടി ഉറക്കും. ഉറങ്ങിക്കഴിഞ്ഞാൽ വിശപ്പറിയത്തില്ലല്ലോ. പാതിരാത്രി 12 മണിയാകുമ്പോൾ വിശപ്പ് മൂത്ത് ഞാൻ ചാടിയിരിക്കുമ്പോൾ കാണാം ഞങ്ങളുടെ അച്ഛനിരുന്ന് വെട്ടി വിഴുങ്ങുന്നു. അങ്ങനെ ഞാൻ പറയാം, അച്ഛൻ എന്തായാലും കഴിക്കാൻ തരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അച്ഛൻ എന്താ പറയാ, ആ സമയത്ത് കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കത്തില്ല, അസുഖം വരുമെന്ന്. ആ അച്ഛനെ കണ്ട് പഠിച്ചാടി ഞാൻ. എന്നിട്ട് പണി പൈസ എന്തിയേ? പണി പൈസ എന്നത് ഇരുമുണ്ട്. ഈ പൈസ ഒക്കെ അവിടെ കൊണ്ട് വെക്കണം. പിന്നെ രാവിലെ എനിക്ക് പൊതിക്ക് തന്ന ഇല ഇതിനകത്ത് കഴുകി ഞാൻ വെച്ചിട്ടുണ്ട്. എന്തോ കാര്യത്തിനാ പക്ഷെ ഇങ്ങനെ നിങ്ങൾ പിശുക്കത്തരം കാണിക്കുന്ന? എന്തോയിനാ? എടി, എന്നൊന്ന് ഇല വെട്ടി കഴിഞ്ഞാൽ പിച്ചാത്തി ഒടിഞ്ഞു പോകും. അത് വാങ്ങിക്കാൻ എന്റെ പൈസ ഇല്ല. എന്റെ ദൈവമേ, ഇങ്ങനെ പൈസ കാത്തു സൂക്ഷിക്കുന്ന ഒരാള്. ഞാൻ കല്ല് പൊട്ടിട്ടുണ്ടാക്കിയ പൈസ ആയത്. ഉടുക്ക പൊട്ടിച്ച് പൈസ ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട്. കല്ല് പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. എന്റെ കയ്യിലിട്ട് നോക്കിയത് ചോക്ലേറ്റ് ഇരിക്കുമല്ല, കല്ല് പിടിച്ച എന്റെ തരമ്പ് അതിന്റെ തലക്കൊരു ഒറ്റ അടി അഭിച്ചേരും. കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ സൂക്ഷിച്ച് അവിടെ കൊണ്ട് വെക്കണമെന്ന്. എല്ലായിടത്തും എനിക്ക് കുളിക്കണം. പോയി കുളിച്ചിട്ട് വാ. അതെ, ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. അതിന് ഞാൻ പൈസ മുടക്കണോ? സ്പെഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞു. സ്പെഷ്യൽ ഉണ്ടെന്നല്ല പറഞ്ഞത്. ഇന്ന് സ്പെഷ്യൽ ഉണ്ട്. ചിക്കൻ ഫ്രൈയും മീൻ കറിയും. കുഴപ്പമില്ല, അവിടെ ഇരിക്കട്ടെ. ഞാൻ വെളുപ്പിനെ 1 മണിക്ക് കഴിക്കാം. അതെന്തോ അങ്ങനെ? രാവിലത്തെ ഫുഡ് ലാഭമാക്കാമല്ലോ. എന്റെ സമയം ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ വല്ല അസുഖം ഉണ്ടാവുമെന്ന്. എടി, നിന്റെ ഫുഡ് കഴിച്ചാലും അസുഖം ഉണ്ടാക്കും. ചിക്കനകത്തല്ല വെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വറുത്ത് പൊരിച്ചങ്ങ് വെച്ചേക്കുവാ. അതെടുത്ത് തിന്നാൻ പേടിയാ. മസിൽ പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെ ആ ചിക്കന്റെ കിടപ്പ്. എന്നോട് വഴക്കടിക്കാതെ പോയി നിന്ന് കുളിക്കാതെ. എന്റെ ദൈവമേ, സ്വന്തം ഭർത്താവ് 100 രൂപ കാശ് ഞാൻ ചോദിക്കണമെങ്കിൽ 50 രൂപയുടെ മുദ്രപത്രത്തിൽ ഞാൻ ഒപ്പിട്ട് കൊടുക്കണം. RBI ബാങ്കിൽ പോലും ഇല്ല ഇതുപോലെ ലോൺ എടുക്കാൻ കഷ്ടപ്പാട്. കണ്ടോ, പത്മിനി എന്നാ പേര്. അത് തികച്ചു വിളിക്കത്തില്ല, അതും കൂടെ അങ്ങ് പിശുക്കുവാങ്ങ മനുഷ്യനാണ്. എന്തുവാ ഈ ബാത്റൂമിൽ കുളിക്കുന്ന സോപ്പ് ഇരിപ്പില്ലയോ? അത് കൊള്ളാം. യുഎസിന്റെ സോപ്പല്ലേ ആ സോപ്പൊട്ടിക്കകത്ത് ഇരിക്കുന്നത്? കണ്ണ് കാണാൻ വയ്യായോ? യുവേഴ്സിന്റെ തേഞ്ഞ സോപ്പാണ് ഇരുന്നേ. ഞാൻ വിചാരിച്ചു നിന്റെ അപ്പൂപ്പന്റെ കണ്ണാടിയുടെ ഗ്ലാസ് ഇളകി കിടക്കുമായിരിക്കും. ഇത് ദേഹത്ത് തേച്ച് കഴിച്ച് ദേഹം മുറിയുമല്ലോടി. എങ്ങനെങ്കിലും കുളിച്ചിട്ടൊന്ന് ഇറങ്ങാന്. കുഴപ്പമില്ല, ഇത് വെച്ച് വടിക്കാം. തീരിലൊന്നുകൂടി ഇട്ടാലോ? ഇത്ര പെട്ടെന്ന് കുളി കഴിഞ്ഞോ? അയ്യോ, ഭയങ്കര കുളിയായിരുന്നു. അടിപൊളി കുളി. എന്തായാലും ഒരു ഉന്മേഷം വന്നൊരു ഇതൊക്കെ ഉണ്ട്. അയ്യേ, നല്ല വൃത്തിക്ക് കുളിച്ചല്ലേ. സോപ്പ് വാത കണ്ടിരിക്കുന്നത്, വെള്ളം ഒഴിച്ച് കഴുകി കളയത്. അത്ര കൊണ്ട് വെള്ളം ലാഭിക്കാല്ലോ. എന്തിനാ വെറുതെ വെള്ളം എടുത്ത് കളയുന്നത്? ഉണ്ടായോന്ന് കുറച്ച് കഴിയുമ്പോ സോപ്പും പാത പൊട്ടി പോകും. കേൾക്കാൻ നല്ല രസം. അപ്പുറത്തെ മോഹൻ ഇല്ലേ ചേട്ടാ വരുന്നത്? മോഹന് ഈ അറിയാൻ വയ്യ. വീട്ടിൽ ഇരുന്നാ പോരെ? അയ്യോ അയ്യോ അയ്യോ
ആ കുഴപ്പമില്ലായിരുന്നു പണിയായിരുന്നു ചേച്ചി. എന്താ പണിയില്ല. ചേച്ചിയുടെ സുഖമാണ്? ആ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എന്തോ ചെയ്യാനാന്ന്. അയ്യോ ഇതെന്ത് പറ്റി? ഓ തീരെ വയ്യടാ. വെറുതെ പണിക്ക് പോവാ, പൈസ തരത്തില്ല, ഒന്നും തരത്തില്ല. ഇവിടെ അത് തിന്നാനും ഒന്നുമില്ല, പട്ടിണി എല്ലാം ഭയങ്കര വിഷമം. അതെ അതെ, കഞ്ഞിയും പയറും ആയിരുന്നു ഇവിടെ. നമ്മളെ വീട്ടിൽ അതുപോലെ തന്നെ കഞ്ഞിയും പയറൊക്കെ മാത്രമേ ഉള്ളൂ. സ്പെഷ്യൽ ഒന്നും ഇല്ലായിരുന്നു. സ്പെഷ്യൽ ആയിട്ട് ഒരു കലം ഇരിപ്പുണ്ടായിരുന്നു. അതിലൊരു തോർത്തിട്ട് അവിച്ച് വെച്ച് കലം വെറുതെ ഇരിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ അവസ്ഥയാ. ഈ സന്ധ്യ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയത്? ടിവിയിൽ എന്തുമാത്രം പരിപാടി ഉണ്ടെന്നറിയോ? സീരിയലും കോമഡിയും ഒക്കെ ഉണ്ട്, വെച്ച് കാണരുത്. സീരിയലൊക്കെ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഈ നാടകമാണ് ഭയങ്കര ഇഷ്ടം കാണാനേ. അതിനിപ്പോ എവിടെ നാടകം? കിടില നാടകമല്ലേ ഇവിടെ നടക്കും. അല്ലെ കിടങ്കാച്ചി നാടകം അതിനുള്ള സാധ്യത ഉണ്ട്. നിനക്ക് പണിയൊന്നും ഇല്ലായിരുന്നോടാ? പണി നമ്മുടെ തമ്പി സാറിന്റെ അവിടെ ആയിരുന്നു പണിയേ. എന്റെ പൊന്നോ, കാട് ചെത്തൊക്കെ ആയിരുന്നു. കാട് ചെത്തി ഇങ്ങനെ ചെന്നപ്പോ ദാ ഇങ്ങനെ നിക്കുന്നു. തമ്പി സാറോ? തമ്പി സാറല്ലെന്ന്, ഒരു ഒറ്റ മൂർഖൻ. ഒറ്റമൂർഖനോ? ഓ, ഞാൻ നിലവിളിച്ചോണ്ട് ഓടി. അപ്പോഴാ മറ്റേ രാജേഷും മഹേഷും സന്ദീപും എല്ലാം കൂടെ കമ്പും വടിയായിട്ട് വന്ന് നേരെ ഈ കാട് ചെത്തിപ്പറിപ്പായി. നമ്മൾ നേരെ ഈ ഒറ്റമൂർഖനെ കണ്ടുപിടിക്കണമല്ലോ. അങ്ങനെ ഞാനും പാമ്പിനെ അന്വേഷിച്ച് അങ്ങ് ഓടി. ഒരു പാമ്പിനെ കിട്ടിയോ? പാമ്പിനെ കിട്ടിയില്ല. ചെത്തിപ്പറിച്ചതിന് അവർക്ക് ശമ്പളം കിട്ടി, എനിക്ക് പാമ്പിന്റെ ഒരു കടിയും കിട്ടി. അങ്ങനെ തന്നെ വേണം, പണിക്കും പോകാതൊന്നും. പിന്നെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന IPL ഒന്ന് കാണാലോ. അയ്യോ, TV അല്ലയോ? എന്തോ പറയാനെ കേടായി. ഞാൻ നേരത്തെ കേട്ടായിരുന്നല്ലോ പരിശീലനം. കേടാ, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് കേടാകുന്ന സാധനമില്ലേ? കേടായിട്ടിരിക്കുക, കണ്ടില്ലേ? നോക്കട്ടെ. അയ്യോ, नो फ्लाइंग जोन घोषित कर दीजिए इस मैदान को, क्योंकि गेंद गई एक बार फिर हवा में 6 रन ऊंची दूर गई है रॉकेट की तरह. ഇത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സും ആയിട്ടുള്ള കളിയാണ് കേട്ടോ, രാജസ്ഥാൻ റോയൽസ്. ഈ വിഷുവിന്റെ ഇവന്റ് നടക്കുമെന്ന് തോന്നില്ലയോ? വിഷുവിന്റെ ഇവന്റ് എല്ലാരും മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടേക്കുന്ന അവിടെ. ചെന്നൈ സൂപ്പർ കിങ്സ് ധോണിയുടെ ടീം. പത്തനംതിട്ടയുടെ അടുത്തുള്ള സ്ഥലമല്ലയോ ഇത്? അത് കോന്നി. എനിക്കറിയത്തില്ല ഇത്. എന്താ ചെയ്യുന്നത് നിങ്ങള്? എന്താ ചെയ്യുന്നത്? ടിവിയല്ലേ പൊടി ഇരിക്കുന്നത്? ഇത്ര നേരം ഇവിടെ കവന്ന് നടന്നപ്പോ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. മാറി നിന്നാണ് കളി കണ്ടോണ്ടിരിക്കുമ്പോ. ഒന്ന് കാണട്ടെ. नामुमकिन है मेरे दोस्त, देर से आए हैं दुरुस्त आए हैं. ഒന്ന് മാറി നിന്നാ അങ്ങോട്ട് കളി ഒന്ന് കാണട്ടെ. എന്തോ ചെയ്യാനാന്ന് പറയേ. ഒരാള് വീട്ടിൽ വരുമ്പോ ഇങ്ങനെയൊക്കെയാണ്. എനിക്കങ്ങ് ബസ്സൊക്കെ ഇന്നിപ്പോ പോകുമ്പോടി. അയ്യോ ക്ഷമിക്കണേ, ഇല്ലാഞ്ഞിട്ടാന്നേ. കുറെ നാളായി പൈസ കിട്ടിയിട്ട് തരാ. ഈ വന്നെടുത്തോണ്ട് പോവാന്നു. എടുത്തോണ്ട് പോവല്ലേ, ഇപ്പൊ അത് പ്രവർത്തിച്ചോണ്ടിരിക്കുവാന്നേ. വരല്ലേ പ്ലീസ്, വരല്ലേ. അയ്യോ, എന്തോ ഏട്ടാ, എന്തുവാ? ഇനി നമ്മള് TV ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചില്ലയോ? അവര് പറയാ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ TV വന്നിപ്പോ എടുത്തോണ്ട് പോകുന്നടാ. ഇതെന്റെ സ്വിച്ച് ഓഫ് ആയ മൊബൈൽ. വേറെ പറയുന്നതിന് സ്വിച്ച് ഓഫ് ആയ മൊബൈൽ എടുത്ത് വെച്ച് നിർത്ത്. चकमा दिया बल्लेबाज को, चमक गया गेंदबाज. എന്താണ് ഇത് വിളിച്ച് നോക്കുന്നത്? ഏടി, എന്താണ് ഇത് വിളിച്ച് നോക്കുന്നത്? എന്താണ് പറയുന്നത്? എന്നെ തൊട്ട് ദേഷ്യപ്പെടുത്തരുത്. ഏടി, ഏടി, എന്താണ് ഇവിടെ? അവിടെ പിടിച്ച് വീഴാൻ ശരി. എന്നെ അടിക്കല്ലേ? അടിക്കടാ. അയ്യോ ചേട്ടാ, എന്നെ അടിക്കല്ലേ? നമ്മൾ അങ്ങോട്ട് മാറി തിരിച്ച് അടിക്കണം. ഒരു 4 ഓവറുണ്ട്. കുട്ടികളിക്കല്ലേ? ഞങ്ങളവിടെ ഭയങ്കര അടിയായിരുന്നു. ആന്നോ? ഇവിടെ എന്റെ മോഹന सिंगल എന്തോ ചേച്ചി, എന്തോ കാണിച്ചേച്ചി? 4 ഓവറല്ലേ അല്ല, ചേട്ടനെ ഇന്ന് പണിയില്ലാത്തോണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഉള്ള കഞ്ഞിയും പയറും ഒക്കെ കുടിച്ചിട്ട് കിടക്കാനുള്ള പ്ലാൻ ആയിരുന്നു ഞങ്ങള്. എന്നാ ശരി, എന്നാ അങ്ങോട്ട്. അല്ല ഇവിടെ പോവല്ലേ? എന്തോ നീ പോവല്ലയോ? ഇങ്ങനെ തള്ളുന്ന ഇയാളെ ഞാൻ വന്നു ഒന്നിച്ച് കളി കാണാൻ വന്നെന്ന് വിചാരിച്ചു. ഇവിടെ ചിക്കന്റെ നല്ല മണം. അയ്യോ, എവിടുന്നാ ഈ ചെറുക്കൻ പറഞ്ഞിട്ട് ഇവിടെ ചിക്കൻ? ചിക്കന്റെ മണം. അയ്യോ, ഭാര്യയുടെ സംസാര ശേഷി നഷ്ടപ്പെട്ടു. നീ വീട്ടിൽ പോകും. അതല്ല, മണ്ടമേട്ടിൽ നിന്ന് എന്റെ അമ്മാവനെ ഒരു തരം മാങ്ങ കൊണ്ടുവന്നു. അത് കല്ലേ വരച്ച് അരച്ചാലുണ്ടല്ലോ കറക്റ്റ് ചിക്കന്റെ മണവാ. ഒരു കഷ്ണത്തി ചാറും തരാ ഇത്രയും വലിയ നുണ പറയണ. മോഹന, അതെന്തുവാ? സത്യമായിട്ട് ഇത് മാങ്ങയാന്നോ? ആ മാങ്ങയ്ക്ക് അങ്ങനെ മണവാ. എന്നാലും ചിക്കന്റെ മണമുള്ള മാങ്ങ. ആ മാങ്ങ നീ കഴിച്ചിട്ടില്ല. ഇവിടെ ഇല്ല, തീർന്നത്. അതെ ആണല്ലേ? കാര്യം ചെയ്, ചെന്ന് കഴിച്ച് കുടിച്ച് കിടക്കാൻ നോക്ക്. എല്ലടാ ചേട്ടാ, ഞാനേ സത്യം പറഞ്ഞ വന്നതേ ക്രിക്കറ്റ് കളി കാണാനൊന്നും അല്ല. പിന്നെ ഇപ്പൊ ജൂൺ മാസം വരുമല്ലേ, അപ്പൊ നമ്മുടെ പിള്ളേരെ സ്കൂൾ തുറക്കുമല്ലേ. എന്റെ പിള്ളേരല്ല, എല്ലാ പിള്ളേരും സ്കൂൾ തുറക്കുന്ന എന്നാ. അല്ലെന്ന് സ്കൂൾ തുറക്കുമ്പോഴേ പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. നമ്മള് ഈ സാമ്പത്തികമായിട്ട് ഇച്ചിരി പൈസ എന്ത് മോതിരം മോതിരോ പണയം വെച്ച് ഞാൻ തന്നേക്കാന്ന് ഇതുകൂടെ പണയം വെക്കാനോ? ആവശ്യം വരാത്ത കാശ് മുക്കുവട്ട വേണം ഇത്. മുക്കുവട്ട ഇത് കൊള്ളത്തില്ല, സാധനം എടുത്ത് കളയരുത്. പോയി ഒന്നൂടെ കുളിക്കും നിങ്ങള്. ചേച്ചിയുടെ കരുത്തി കിടക്കുന്ന ഇത് സ്വർണ്ണമാണോ? ഇതോ? എന്റെ പൊന്നെ, എന്തോ ചൊറിച്ചിലറിയാമെന്ന് അറിയാമോ? ഭയങ്കര മുക്കാണത്. മുക്ക്
ചൊറിച്ചിലങ്ങ്. അല്ല നമുക്കേ ഇച്ചിരി പൈസ മറിച്ച് തരാൻ പറ്റും. ഞാൻ എന്തായാലും ജൂൺ മാസം കഴിയുമ്പോ അങ്ങ് തന്നേക്കാന്ന്. എവിടുന്നാ മോഹനാ പൈസ? ഉണ്ടായിരുന്ന സ്വർണം വെച്ചല്ലേ ഈ വീടുണ്ടാക്കിയത്? ഈ വീട് മൊത്തത്തിൽ എത്ര പോകാൻ വരും? അതല്ലെന്ന്, ഉണ്ടായിരുന്ന സ്വർണം വിറ്റ് പറക്കിട്ടാ ഈ വീട് വെച്ചതെന്ന്. ഒന്നുമില്ല. അതെ അതെ അതെ. ശരി, നടക്കട്ടെ. ഒരു കാര്യം ചെയ്, അത്ര അത്യാവശ്യം വന്നേ സുഗുനോടും രമണിയോടും പിന്നെ അപ്പുറത്തെ ആ സുജാകുമാറിനോടും കൂടെ ഒന്ന് ചോദിക്കും പൈസ. തെണ്ടാ നിങ്ങൾ പറയേണ്ട കാര്യമില്ല, എനിക്കറിയാം. ശരിയെന്നാ തള്ളി വിട്ടു. അവനുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി എന്റെ മോതിരമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞത് സ്വർണ്ണമല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ഭക്ഷണം എടുത്ത് നോക്ക്, ഞാൻ കഴിക്കട്ടെ. വിശക്കുന്നു. എല്ലാം ഞാൻ ആ ടേബിളെ അടുക്കി പുറക്കി വെച്ചേക്കോ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് എടുത്ത് കഴിച്ചാൽ പോരായോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഞാൻ വരാം. ഓ മനുഷ്യ, ആരോ നനഞ്ഞ ഷൂ ഇട്ടോണ്ട് വരുന്നുണ്ട് കേട്ടോ. നനഞ്ഞ ഷൂ ഇട്ടോണ്ട് വരുമല്ല, ഓർണത്ത് കറി തലക്ക് ശബ്ദമാണ് കേട്ടത്. ഓ വെപ്രാണപ്പെടാതെ പതുക്കെ കഴിക്കും നിങ്ങള്. ഞാൻ പതുക്കെ തിന്നിട്ട് വേണം അവൻ വീണ്ടും കയറി വരാൻ, എന്നെ പട്ടിണിയാക്കാൻ വേണ്ടി. പാത്രം വടിച്ചു കൈ നക്കുന്ന സൗണ്ടാ ഇപ്പൊ കേട്ടോ. മോതിരം ഉള്ളിൽ പോയി. എന്താ ചെയ്യൂ നീ? ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കും, മോതിരം അങ്ങ് പൊക്കോളം ഇറങ്ങി. വെള്ളം കുടിച്ചാൽ മോതിരം പോകത്തില്ല. മോതിരത്തിനകത്തോടെ വെള്ളം അകത്തോട്ട് പോകത്തേ ഉള്ളൂ. എന്താ ചെയ്യാ? നമുക്ക് ആശുപത്രി പോണ്ടായോ? മോഹനെ വിളി, മോഹനെ വിളി. മോഹന, മോഹന പെട്ടെന്ന് കയറി പോയില്ലായിരുന്നു. ഇവിടെ ചാമ്പയുടെ മുട്ടിലുണ്ടായിരുന്നു. എന്റെ ചേട്ടന്റെ വയറ്റി മോതിരം പോയടാ. ചോറ് കഴിച്ചോണ്ടിരുന്നപ്പോ ഈ വിരല് നക്കിയതാ, ഈ വയറ്റി മോതിരം പോയി. എന്തേലും ഒന്നും ചെയ്യണ മോനെ. അല്ല അത് കുഴപ്പമില്ല, അത് വരവ് മോതിരം അല്ലേ, അതങ്ങ് പൊക്കോളൂ, അത് വിഷയമില്ല. സ്വർണ്ണമാണെങ്കിലോ? സ്വർണ്ണമാണെങ്കിൽ 10 രൂപ ആള് തീരും. നമ്മൾ സ്വർണ്ണമല്ലല്ലോ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് സ്വർണ്ണമാണെങ്കിലേ വിഷയമുള്ളൂ. നേരെ നമ്മുടെ ഈ പാൻ ഗ്യാസിൽ ചെന്നിട്ട് നേരെ ഇത് കളലിക്കും. ഒരു കാര്യം ചെയ്യ്, നീ ഒരു വണ്ടി വിളിച്ചേ. വണ്ടി വിളിക്കാൻ പൈസ വേണ്ടേ? പൈസ ആണോ? പൈസ വേണ്ട. നിങ്ങൾ പൈസ ഇല്ലാതെ ഞാൻ എങ്ങനെ വണ്ടി വിളിക്കും? എടാ നോക്കിക്കോണേ, നോക്കിക്കോണേ, നോക്കിക്കോണേ. എന്തോ 3000 രൂപയോട് പെട്ടെന്ന് പോയി വണ്ടി വിളിച്ചോണ്ട് പോവാ. നേരത്തെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് വയ്യാതായപ്പോ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം മേളിൽ നിട്ട് തന്നാ പൈസ. ആ മന്ത്രം എനിക്കൊന്ന് പറഞ്ഞു തരണേ. മോതിരം എടുത്ത് കഴിഞ്ഞ് പറഞ്ഞു തരാം. മുടിച്ച കാലം വണ്ടി വിളിച്ചോണ്ട് പോകണം. വണ്ടി വിളിക്കാം, വണ്ടി വിളിക്കാം. എവിടെ ഇരിക്കുന്നത്? ഇവിടെയാണോ? 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 അത് നമുക്ക് ശരിയാക്കാം. ശരിയാക്കാം, എടുക്കാന്നത്. ആശുപത്രി കൊണ്ടുപോകാൻ നിൽക്കാം. ശ്വാസം വലിച്ചു പിടിച്ചേ, ശ്വാസം വലിച്ചു പിടിച്ചേ. നമുക്ക് റെഡിയാക്കാം. ശ്വാസം വലിച്ചു പിടിച്ചേ. എന്താ സൗണ്ട് വരുന്നത്? കിടക്കുന്നുണ്ട്. ഇത് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. എടുത്തോണ്ട് ചുമച്ച എന്തിനാ? മോതിരം എന്റെ വായിക്കാരി. ആശുപത്രി പോയി എടുത്തോളാം. ആശുപത്രി പോകണം. ആശുപത്രി പോയി പൈസ അല്ല, പൈസ ഞാൻ വണ്ടി വിളിച്ച് പോട്ടെ. ആശുപത്രി പോകണം. 500 രൂപ എടുത്തിട്ട് പോയത്. ഞാൻ ആശുപത്രി പോയി. മോതിരം ചെറുതാണ്. അല്ല, ഞാൻ ആശുപത്രി പോയിട്ട് എടുക്കാൻ. മോതിരം എപ്പോ തരുമെന്ന് പറ. ആശുപത്രി പോയി മോതിരം എടുത്തിട്ടേ ഞാൻ ഏതെങ്കിലും ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെക്കുമല്ലോ, എന്നെങ്കിലും എടുത്തിട്ട് തരാം. അവന്റെ മോതിരവും പൈസ കിട്ടാൻ പോയി കളഞ്ഞത്. ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ അവസ്ഥ, കിട്ടാത്ത അവസ്ഥ. ഇപ്പോഴെങ്കിലും എന്റെ പേര് തികച്ചെന്ന് വിളിച്ചല്ലോ. നല്ലൊരു കൈഡി. വളരെ നന്നായിരുന്നു കേട്ടോ, നല്ല സ്കിറ്റ്. കാരണം ഈ ഹ്യൂമർ അവതരിപ്പിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ള ഭയങ്കര സ്പീഡിലായിരിക്കും ഡയലോഗുകൾ പറയുന്നത്. കൂടുതൽ സ്റ്റേജുകളിലാണ് നമ്മളത് ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ വളരെ ലൈഫായിട്ടുള്ള ഒരു പ്രസൻറ്റേഷനായിരുന്നു മനോജിൻ്റെയും. അതുപോലെ തന്നെ നമ്മുടെ സെൽവനൊക്കെ ലൈഫായിട്ട് നമ്മൾ ആദ്യം തന്നെ വന്ന് ചോദിക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, അപ്പോൾ പറഞ്ഞ് തോർത്തിട്ട് ഇങ്ങനെ വെള്ളം ചൂടാക്കുന്നു, എല്ലാം ശരിക്കും ഒരു നമ്പർ. ഒരു പണി കൊടുക്കുമ്പോൾ നമ്മുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ഇല്ല, അതൊന്നുമില്ല. ഒരു സാധാരണ ഒന്നും അറിയാത്ത പോലെ, പക്ഷേ എല്ലാത്തിലും അങ്ങോട്ട് തിരിച്ച് പണി കൊടുത്തുകൊണ്ടിരിക്കുക. അത് തുടക്കം മുതൽ അവസാനം വരെ അത് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ളതാണ്. പിശുക്കെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ശരിക്കും ഹ്യൂമറിന് പറ്റിയൊരു സബ്ജക്റ്റാണ്. പലതിലും നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ ആ കണ്ടതിൽ നിന്നുള്ള സബ്ജക്റ്റിൽ നിന്നൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു ഇന്നത്തെ ഈ സബ്ജക്റ്റ്. നല്ല രീതിയിൽ നല്ല സ്കിറ്റാണ് കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. അടിപൊളി സ്കിറ്റായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ തുടക്കം കണ്ടപ്പോൾ അതിന് ഇരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു.
പക്ഷേ അത് കഴിഞ്ഞിട്ട് വന്ന് മാറ്ററിലേക്ക് കടന്നു. പിശുക്കിൻ്റെ സാധനം അവിടെ ക്ലിയർ ചെയ്തിട്ടാണ് മനോജ് അകത്തേക്ക് പോകുന്നത്. പിന്നെ അതിന് പുറകെ സെൽവൻ്റെ കൂടെ വരവ് വന്നപ്പോൾ അത് ഭയങ്കര രസമായിട്ട് ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങളുടെ പ്രസൻറ്റേഷൻ ആയിരുന്നു ഇതിൻ്റെ അകത്ത്. ഇത് കണ്ടപ്പോൾ നമുക്ക് ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തൊരു എപ്പിസോഡ്, അതായത് സെൽവൻ ചെയ്തൊരു എപ്പിസോഡ് നെടുമ്പാശ്ശേരി അടിക്കാനായിട്ട് ആ കുപ്പി ഒട്ടിക്കാനായിട്ട്, അതിൻ്റെ വേറൊരു പാറ്റേൺ ആണിത്. പക്ഷേ അത് ഇതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യുന്നില്ല. ഗംഭീരമായിരുന്നു. ഒച്ചയും ബഹളവും ഒന്നും വേണ്ട ചില സ്കിറ്റുകൾ വിജയിക്കാൻ വേണ്ടിയിട്ട്. സൈലൻ്റ് ആയിട്ട് നമുക്ക് ചില സ്കിറ്റുകൾ വിജയിപ്പിക്കാൻ പറ്റും. അതിൻ്റെ ഒരു തെളിവാണ് ഈ സ്കിറ്റ്. എന്തായാലും കൊള്ളായിരുന്നു. 3 പേരും രസമായിരുന്നു. മനോജിൻ്റെ ഒരു വെപ്രാളക്കളി ഇത് കിട്ടിയില്ല, പക്ഷെ നല്ല രസമായിട്ട് തന്നെ പോയി. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ ആദ്യം കുറച്ച് ഇഴച്ചിൽ പോലെ തോന്നി, നമുക്കിത് കംപ്ലീറ്റ് ആവോ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു കൗണ്ടറുകളില്ലാതെ. പക്ഷേ നിങ്ങൾ കളിച്ച് കയറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കണ്ടൻറ്റാണ്. ഇതിൻ്റെ കണ്ടൻറ്റ് ക്ലൈമാക്സ് നന്നായിരുന്നു, അടിപൊളിയാണ്. കാരണം ഈ പിശുക്കന്മാർക്കൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെയുള്ള പണികൾ കിട്ടാറുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരൻ വന്നപ്പോൾ ഒരു 100-150 രൂപയുടെ പ്രശ്നമുള്ളൂ, അങ്ങ് കൊടുത്ത് വിട്ടാൽ മതിയായിരുന്നു. ഇപ്പം അരപ്പവൻ്റെ മോതിരവും പോയി 3000 രൂപയും പോയി. ഈ TV കാണുന്നതിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ഇടി ഉണ്ടല്ലോ, നമുക്ക് അങ്ങനെ കുടുംബങ്ങളൊക്കെ ആക്കാന്നുണ്ട്. ഈ പുള്ളി മൈൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ അടിയാണെന്ന് അറിഞ്ഞില്ലേ? ഇവിടെ നല്ല അടിയാ. അപ്പോൾ എന്തായാലും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. താങ്ക് യു. അപ്പോ സ്കിറ്റിന്റെ മാർക്സ് ആരാ ആദ്യം കൊടുക്കുന്നത്? ഞാൻ കൊടുക്കാം. ഞാനൊരു 15000 രൂപ കൊടുക്കാം. 15000 രൂപ. പ്രസാദേട്ടാ ഒരു 16000 ആയിരിക്കട്ടെ. ടോട്ടൽ 31000 രൂപ ആയിട്ടുണ്ട്. അയച്ചോ ചേർക്കാം. സ്കൂളൊക്കെ തുറക്കല്ലേ, ഇങ്ങനെയുള്ള വീടുകളിൽ പോയി ശല്യം ഉണ്ടാക്കരുത്. അതിനും കൂട്ടിയുള്ളത് ടോട്ടൽ 60000 രൂപ. അടിപൊളി. ഇവിടെ ചോദിക്കണം കേട്ടോ, ധൈര്യമായിട്ട് സ്കൂൾ തുറപ്പൊക്കെ കഴിഞ്ഞിട്ട് എന്നാലും ഭംഗം തന്നെ മലയാളി. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം ഏറയിൽ ഒരു വേറെ ഐറ്റം എടുക്കാൻ പോകണം. സ്കിറ്റ് നമ്മൾ തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ചു. ഹൂല ഹൂപ്പ് പെർഫോമൻസ് നമ്മളിവിടെ ഓൾറെഡി നടന്നിട്ടുള്ളതാണ്. ഈ ഹൂല ഹൂപ്പ് പെർഫോം ചെയ്യുന്ന ആളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്ര ചെറുതെന്ന് വെച്ചാൽ 5 വയസ്സേ ഉള്ളൂ. കളമശ്ശേരിന്നാണ് വരുന്നത്. വിളിക്കട്ടെ? അപ്പൊ ലെറ്റ്സ് വെൽക്കം ദേവനന്ദന സുരാജ് ഫ്രം കളമശ്ശേരി. ഹലോ. ഹലോ ദേവനന്ദ, സുഖമാണോ? അല്ല, എത്രയില്ല പഠിക്കുന്ന മോള്? ദേവനന്ദന എവിടുന്നാ വരുന്നത്? മോളെ എവിടുന്നാ വരുന്നത്? ഏത് സ്ഥലത്തുനിന്നാ വരുന്നത്? ഏത് സ്കൂളിലാ പഠിക്കണേ? സെയിന്റ് ഡാൻസ്. അച്ഛന്റെ പേരെന്താ? സുരാജ്. അമ്മയുടെ പേരാ? നീതു. നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പോവാ? ഓലാവും നമ്മൾ കറക്കും അല്ലേ? നമുക്ക് ഇവരൊക്കെ ഞെട്ടിക്കാം. അനുപ് ഇവര് എല്ലാരും കൈയടിക്കാൻ പറഞ്ഞാലോ? എല്ലാരും കൈയടിക്കും. ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയു വേഗം ഉന്മാദായിനേ നിന്ദീല കണ്ണാടി എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തട്ടി തുറന്നോ നല്ല മാമൂവിൻ മണലോളം കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം കൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞു പൊതിയുന്ന പൂങ്കാവു നീയടി നിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ വന്നണയു വേഗം ഉന്മാദായിനേ നിൻ നീല കണ്ണാടി എൻ സങ്കൽപ്പത്തിൻ
നിന്റെ കണ്ണ് ജല ജലമേ പോട്ടെ മാനത്ത് പറക്കണ ചെമ്പരുന്നിന്റെ കണ്ണ് ജല ജലകി പോട്ടെ കക്കമലയിലെ കക്കമരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണ് താമര കാതിൽ തേന്മഴ കണ്ടം പുട്ടടി പൂഞ്ചോലേ കാത്തിടുന്നവർ കാലംബമാകും കാൽവരിയിലെ കണ്ണീരുമാക്കി കണ്ണിൽ മെന്നണ കുഞ്ഞു പുഞ്ചിരി താരകങ്ങളോ പൂക്കളോ പാരാകെ ഉള്ളാകെ മേരാനെ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ പമ്പന്തങ്കി താട്ടെ ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ അടിപൊളി അടിപൊളി നല്ല നല്ല കൈഡി കൊടുത്തേ അടിപൊളി 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 പൊളിക്കാച്ചി 5 വയസ്സിൽ ഇതൊക്കെ എങ്ങനെ പഠിച്ചിതൊക്കെ നല്ല കൈഡി കേട്ടോ. കൂടുതൽ വിശേഷങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞതിന് മുമ്പ് നമ്മളുടെ ഐറ്റമേരുടെ ഡാൻസിന്റെ അംബാസിഡറെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. ചേട്ടായിക്ക് വന്നേ വാ. അല്ല വേറൊരു കാര്യം ഞാൻ പറയട്ടെ. കാര്യം ഞാൻ ഡാൻസ് കളിക്കാം, അത് വേറെ നമുക്ക് അറിയാൻ പാടാത്ത കാര്യങ്ങളിലാണ് നമുക്ക് ഇൻട്രസ്റ്റ് കൂടുതൽ. തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ ഒരു ഡാൻസർ ഇരിപ്പുണ്ട്. അല്ല കണ്ടിട്ടില്ലേ? സായിട്ടൻ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് 150% സന്തോഷം. ഒരു രക്ഷയില്ലട്ടാ. അയ്യോ കിട്ടില്ലായിരുന്നു. കാരണം ഒരു കൺഫ്യൂഷനും ഇല്ല. ഇതെനിക്ക് തോന്നുന്നു അടിയപ്പ്യാരെ കൂട്ടമണിലൊക്കെ സ്റ്റെപ്പ് അത് തന്നെ ആയിരുന്നോളൂ. അതിന്റെയൊക്കെ സ്റ്റെപ്പ് അത് തന്നെ ആയിരുന്നോണ്. ദേവൂട്ടി ഭയങ്കരമായിട്ട് കളിക്കണ്ടട്ടാ. എന്ത് രസമാണ്. അമ്മേനെ പഠിപ്പിച്ചല്ലേ. ഇത് മറന്നു പോകില്ല. ഇങ്ങനെ കാണിക്കുമ്പോ സ്റ്റെപ്പ് വെക്കാൻ മറന്നു പോകൂലേ. ദേവൂട്ടിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ദേവൂട്ടിയുടെ അച്ഛനമ്മയെ വിളിച്ച് നമുക്ക് ചോദിക്കാം. ദേവൂട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു. ഗംഭീരമായിരുന്നു. എന്ത് പറയാനത്. ഇത് എന്റെ വീട്ടിൽ ഈ സാധനം ഉണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് നോക്കി. എനിക്ക് ഇതുവരെ ഇത് കറക്കാൻ പറ്റിയിട്ടില്ല. പ്രത്യേക നാക്ക് വേണം. പക്ഷേ അയ്യോ അത് ഭയങ്കര. അതിന്റെ കൂടെ ഡാൻസ് കളിക്കാന്ന് പറഞ്ഞാൽ അത് 5 വയസ്സായിട്ടുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ ഹുലഹൂപ്പ് കറക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ ഡാൻസ് ചെയ്താൽ മതി. ഹുലഹൂപ്പ് മോള് വേണമെങ്കിൽ കറക്കാം. ഇത് കറങ്ങൂല്ലെന്നുള്ളൂ. അറിയാല്ല ചെയ്യുമോ. ഓക്കെ, അപ്പൊ ഒരു പാട്ടിട്ട് കൊടുത്താ ഇവരുടെ 3 പേരെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടാവും. നല്ല കൈഡി വന്ന് ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ കിന്നര വീണയിലീണം മീട്ടാൻ പങ്കടയും വേഗം ഉന്മാദായിനേ നിന്നീല കണ്ണാൽ നീ എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ നല്ല മാമൂവിൻ മണപോലും കവിളല്ലിയിൽ എന്റെ പ്രണയത്തിൻ സമ്മാനം തൊടുവിക്കും ഞാൻ അണി പുലർമഞ്ഞു പൊതിയുന്ന പൂങ്കാവു നീയതിനിയുള്ള ജന്മങ്ങൾ പാറാവു ഞാൻ ഉല്ലാസഗായികേ നിന്നായകനീ ഞാനേ എൻ കിന്നര വീണയിലീണം മീട്ടാൻ പങ്കടയും വേഗം ഉന്മാദായിനേ എൻ നീല കണ്ണാലേ എൻ സങ്കൽപ്പത്തിൻ തങ്ക കോവിൽ തള്ളി തുറന്നോ നല്ല കൈഡി. ഒരു നല്ല കൈഡി. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ ഇതിന് മുൻകൈ എടുത്തു വന്ന 2 പേർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം. താങ്ക് യു സോ മച്ച്. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള പെർഫോമൻസ് നസീർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ ദേവൂട്ടിയുടെ അച്ഛനെയും ഇങ്ങോട്ട് വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ദേവൂട്ടിയുടെ അച്ഛനെയും അമ്മയും പ്ലീസ്. നമസ്കാരം 2 പേർക്കും ഫ്ലവേഴ്സ് കോമഡി ഐറ്റമേറിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സുരാജ് ബ്രോ പറഞ്ഞാട്ടെ എന്താ ചെയ്യുന്നത് സുരാജ് ബ്രോ? ഷോറൂം മാനേജറായിട്ട് വർക്ക് ചെയ്യണം. ഷോറൂം മാനേജർ എവിടെ? കളമശ്ശേരി തന്നെയാണോ? അല്ല, ആലപ്പുഴ. ചേച്ചിയുടെ പേര്? നീതു. ഇത് ഈ ഹുലഹൂപ്പിലേക്ക് എപ്പം എത്തി മോള്? 3.5 വയസ്സില്. 3.5 വയസ്സില്. ഇത് ഓൾറെഡി അതിനുള്ള ഇൻട്രസ്റ്റ് കാണിച്ചാണോ നിങ്ങൾക്കാണോ അങ്ങനെ
തോന്നിയത്? അല്ല, എന്നോട് ഇത് ഒരു യൂട്യൂബിൽ വീഡിയോ കണ്ടപ്പോ മേടിച്ചു കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ മേടിച്ചു. എന്നിട്ട് തന്നെ പഠിച്ചെടുത്താണോ? ഒരു ദിവസം കൊണ്ട് പഠിച്ചു. അയ്യോ, ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതിലിപ്പം മോളുടെ ഡാൻസ് നമ്മൾ ശ്രദ്ധിക്കുകയോ അതോ ആ സാധനം കറങ്ങുന്നത് അതൊരു സൈഡിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, അതിന്റെ ഉള്ളിൽ കിടന്നിട്ടാണ് ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ആ ഫുൾ സോങ്ങിന് ഡാൻസ് കളിച്ചത്. അതെ അതെ അതെ, അതൊരു ഭയങ്കര കഴിവ് തന്നെയാണ് കേട്ടോ. ഇത് ഒരു വലിയൊരു ലെസനാണ്. കാരണം ഈ കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് അടിസ്ഥാനപരമായ കാര്യം. കുട്ടികളുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് പഠിപ്പിക്കുക. അപ്പോൾ അവർ കത്തിക്കയറി വരും മുകളിലോട്ട്. അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിരുന്നു. അല്ല, ദേവിന്റെ അമ്മ ഡാൻസറാണോ? ഡാൻസ് കളിക്കും. ദേവ് നന്നായിട്ട് പാട്ടൊക്കെ പാടും. വ്ലോഗറാണ്, ഡാൻസറാണ്, പാട്ട് പാടും. അത് ശരി, അടിപൊളി. വ്ലോഗിംഗ് ഒക്കെ ചെയ്യല്ലേ? ഹലോ ഗായ്സ്, ഇപ്പൊ ഏറ്റവും അവസാനം ചെയ്ത വ്ലോഗ് എന്താണ്? ഒരു ലിപ്സ്റ്റിക്കിന്റെ വ്ലോഗാണ്. അത് ചുണ്ടിൽ മുഴുവൻ ആയപ്പോ വടയക്ഷിയുടെ പാട്ട് പാടിയവള്. വടയക്ഷിയുടെ പാട്ട് പാടി തരുമോ ഞങ്ങൾക്ക്? ഞാനുണ്ട് വടയക്ഷി പണിവാളി. ഇതുവരെ പോയപ്പോ പണിവാളി ചുമ്മാ കേറിയതാ. പാലക പൂത്തൂല, എനിക്ക് ആശുര പൂത്തൂലേ, ഒന്ന് കാണാൻ കേറിയതാ. ഞാൻ അപ്പത്തെ വീട്ടിലെ സുന്ദരപാടി ചോറ് കുറിച്ച് വരക്കുന്നത് ഇന്നത്തെ കാര്യം അപ്പോ കേട്ടിട്ട് കേട്ടിട്ടുണ്ട്. ആദ്യം പാടി അത് കേട്ട് മനസ്സിൽ. അപ്പൊ ഒത്തിരി 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 സന്തോഷം ബ്രദർ. രണ്ടുപേർക്കും ഞങ്ങൾക്ക് ദേവൂട്ടിയെ പരിചയപ്പെടാൻ പറ്റി. 5 വയസ്സിൽ ദേവൂട്ടിയുടെ ഹൂല ഹൂപ്പിന്റെ പെർഫോമൻസ് കാണാൻ പറ്റി. നമുക്കിനി ദേവൂട്ടി വലുതായിട്ട് വലിയൊരു വേദി കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ദേവൂട്ടിക്ക് ഒരു നല്ല കൈഡി കൊടുത്തേ. എന്തോന്ന് അവിടെ ചൂച്ചു ഒന്ന് വിളിക്കുന്നേ? ആണുങ്ങളില്ലാത്ത സമയത്ത് ഒന്ന് ചൂച്ചു വിളി. അയ്യോ, ഓന്തായിരുന്നു. ഓന്തല്ല, ഞാനാ. ഒന്നിനെ പോലെ ചിലപ്പോ നിറം മാറും എന്റെ. അല്ല, നിറം മാറാൻ എന്താ ഇങ്ങോട്ട് വന്ന? ഇത് ആരാ ഇത്? അല്ല, ഞാൻ എന്റെ വീട് വരെ ഒന്ന് വന്നാ. നിങ്ങളുടെ വീടോ? ഇത് ഞങ്ങളുടെ വീട്. എവിടെ ഞങ്ങളുടെ വീട്? സതിയൊക്കെ ഞങ്ങൾക്ക് വാടകയ്ക്ക് തന്ന വീടായത്. സതിയക്കടെ ഭർത്താവാ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ഗുജറാത്തിലായിരുന്നു. അയ്യോ, ഓമനക്കുട്ടൻ ചേട്ടൻ. അത് തന്നെ, ഓമനക്കുട്ടൻ ചേട്ടൻ. അയ്യോ, ചേട്ടൻ എന്ന് വന്നായിരുന്നു? ഞാൻ ഇന്നലെ വന്നതാ. ഇന്നലെ വന്നപ്പോഴാണ് അറിഞ്ഞത് അവളിങ്ങനെ ഈ വീട്, എന്റെ തറവാട് വീടാണേ, അത് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. 6 മാസമായിട്ട് വാടക തന്നിട്ടില്ല. അതൊക്കെ അവിടെ ഇരിക്കട്ടെ ചേട്ടാ. ഗുജറാത്തിൽ എന്ത് പറഞ്ഞു ചേട്ടന് ജോലി? ഗുജറാത്തില് ഞാൻ കാർത്തല കെട്ടിയ പെൺകുട്ടികളുമായിട്ട് ഒരു ഹോട്ടൽ നടത്തുമായിരുന്നു. പഞ്ചാബിൽ 5 കൊഞ്ചെന്ന് എല്ലാരും വരുമായിരുന്നു അവിടെ. അയ്യോ, ഞാനൊരു സാധനം ഇട്ടപ്പോ അതേ കൂടെ കേറി അങ്ങ് പിടിച്ചു പോകണം. ആ ചെകട ചെകട ഉണ്ടാകും, ചെകട ചെകട ഉണ്ടാകും. അല്ല, അത് എന്താന്ന് വെച്ചാലേ നമുക്ക് തന്നെ പൈസ വാടക തന്നില്ല, നമുക്ക് ഒന്നാമത്തെ കാര്യം പിടിച്ചിരിക്കാൻ പറ്റും. എന്റെ പൊന്നി ഏട്ടാ, 6 മാസത്തെ വാടകയല്ലേ തരാനുള്ള, അല്ലാതെ 1 വർഷത്തെ ഒന്നും ഇല്ലല്ലോ ഏട്ടാ. 1 വർഷത്തേലും 6 മാസത്തേലും ഉണ്ടോ? 6 മാസത്തേലും നമ്മളിത് ചെയ്യേണ്ട കാര്യമാണോ? ആണോ? നിങ്ങൾ വാടക തന്നാലേ നമുക്കും ഇത്. എന്റെ ചേട്ടാ, അത് നമ്മൾ മനസ്സ് വിചാരിച്ചിട്ടാണോ? നമ്മൾ വിചാരിച്ച എന്തുവാ, ഇങ്ങനെ പണിക്കൊക്കെ പോയി കഴിഞ്ഞ് കിട്ടുന്ന പൈസ കൊണ്ടൊന്ന് വാടകയൊക്കെ തരാമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അവിടെ അല്ല, അല്ല അത് ശരി, ഓക്കെ. ശരീരത്തിൽ കിടന്ന പെട്ടെന്ന് ഉണങ്ങുന്ന പറയണം. അപ്പം അതുകൊണ്ടല്ല ഞാൻ പറയണേ, നിങ്ങളെ പോലെ തന്നെ ബുദ്ധിമുട്ടും നമുക്കും ഉണ്ടേ. ഞാനപ്പം ഈ വാടക തന്നു കഴിഞ്ഞാല് എനിക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. എന്റെ ചേട്ടാ, തരണോന്നൊക്കെ ഭയങ്കര ആഗ്രഹം. പുള്ളിക്കാരൻ ജോലിക്ക് പോവാത്തോണ്ടല്ലേ. പുതിയതാണോ ഈ പാവാട? നല്ല പാവാട, കൊച്ചിന്റെ പാവാടയാ. ആണോ? അപ്പം ഒന്ന് എങ്ങനെയെങ്കിലും ഈ വാടക ഒന്ന് തന്നെ കേട്ടോ. അതൊക്കെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല എന്റെ ചേട്ടാ. പക്ഷെ എന്ത് ചെയ്യാനെന്നറിയാം, നമ്മൾ ഓരോ കാര്യങ്ങളും പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കും. പക്ഷെ അത് ഏതെങ്കിലും ഒരു തരത്തിൽ അതൊക്കെ അങ്ങ് ചെലവായി. അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവണം? ഞാന് ഈ വീട് നമ്മൾ വാടകയ്ക്ക് തന്നതല്ലേ നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ വാടക കൃത്യമായിട്ട് തരേണ്ടതല്ലേ? അല്ല, ഗുജറാത്തിൽ എന്തായിരുന്നു പണിയെന്നാ പറഞ്ഞത്? ഇത് നമ്മളെ ഈ പെണ്ണുങ്ങളുമായിട്ട് ഹോട്ടൽ നടത്തുന്നു. പെണ്ണുങ്ങളായിട്ട് ഹോട്ടൽ നടത്തുകയായിരുന്നല്ലേ? കണ്ടപ്പോ തന്നെ മനസ്സിലായി. അത് തന്നെയല്ല, ഈ വീട്ടിൽ ജനിച്ചു വളർന്നവനാണല്ലോ ഞാൻ. അപ്പൊ എനിക്ക് ഈ വീട് കണ്ടപ്പം ഒന്ന് തൂത്ത് വൃത്തിയാക്കണമൊക്കെ തോന്നി. ഞാനിവിടെ അങ്ങനെ ആയിരുന്നു. അപ്പൊ എങ്ങനാ വാടകയുടെ കാര്യം? എന്റെ ചേട്ടാ, എന്റെ ഉണ്ടെങ്കിൽ ഞാൻ തരത്തില്ലയോ? പണിക്ക് പോകാൻ പറ്റത്തില്ല ചേട്ടാ, അതല്ലേ കുഴപ്പം. അല്ല, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ചേട്ടാ. എനിക്ക് വെയിലത്തിറങ്ങിയ അപ്പൊ എനിക്ക് സൺബേൺ ആവും. ഇനിയിപ്പോ ഇച്ചിരി തണുപ്പത്താ ഇറങ്ങുന്നെങ്കിൽ അപ്പ ആസ്മ അങ്ങ് ഇളകും. അങ്ങനെ പറഞ്ഞ ശരിയാവില്ലല്ലോ. വാടക തരണം. പിന്നെ എന്റെ ഭർത്താവിന്റെ കാര്യം ഒന്നും പറയണ്ട. ഭർത്താവിന്റെ ഒരു മണഗുണങ്ങളാന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ.
എന്തു ഏട്ടാ എന്നെ പറയുന്നേ ആ, പോട്ടെ. ഒരു മണ പോട്ടെ പക്ഷെ ഞാൻ ചോദിക്കണത് അല്ലല്ല ഞാൻ ചോദിക്കണത് എന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ കുറെ നാളായി 6 മാസമായിട്ട് വാടക വരുന്നില്ല. വാടക തന്നാ ഞാൻ പൊക്കോളാം. എന്റെ ചേട്ടൻ ഞാൻ കടക്കാരിയാണോ എന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാനങ്ങ് തരത്തില്ലയോ? എന്റെ കയ്യിലില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവണത്? കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വാടക വേണ്ടേ? നിങ്ങൾ ചുമ്മാ തോന്നിയ ദിവസം പറഞ്ഞാൽ മതി. എന്റെ വീട്ടിൽ കയറി താമസിച്ചിട്ട് 6 മാസമായി വാടക തരണം, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങണം. അയലത്തുകാരൊക്കെ കേൾക്കും. അയലത്തുകാർ കേൾക്കട്ടെ, നിങ്ങൾ ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ കയ്യെ പിടിച്ച് വലിച്ചിറക്കും. ഇതാണോ വന്നപ്പോ പറഞ്ഞ ഓന്തിന്റെ സ്വഭാവമാണ്? നിറം മാറും. എന്റെ നിറം മാറും. കയ്യെ പിടിച്ച് വലിച്ച് എന്നെ ഇറക്കും. എന്റെ കയ്യെ പിടിച്ച് വലിച്ച് എന്റെ കയ്യെ കയറി പിടിച്ചേ. തിരിച്ചോടി. ഞാൻ നിങ്ങളുടെ മുടിയെ കുത്തിപ്പിടിച്ച് എന്റെ മുടിയെ കുത്തിപ്പിടിച്ചേ. അയ്യോ വാടക കൊടുക്ക, 6 മാസത്തെ വാടക കൊടുക്കാണെന്ന് പറഞ്ഞ മുടിയെ കുത്തിപ്പിടിച്ചേ. ചെയ്തില്ലല്ലോ. ഞാൻ നിങ്ങളെ ഇങ്ങനെ കാലെ പിടിച്ച് ഞാൻ അലക്കി. കാലെ പിടിച്ചല്ലേ അലക്കുവേ. അയ്യോ ഓടി വായോ. അയ്യോ തലക്കിട്ട് അടിച്ചത് എന്റെ ഇവിടെ മുടച്ച്. അയ്യോ എന്റെ ഇവിടെ മുടച്ച്. അയ്യോ എവിടെ മുഴച്ച്? ഒരു മിനിറ്റ്. എന്ത്? ഞാനേ ഒന്നുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോവാ. എനിക്ക് ഒരുപാട് ഫോളോവേഴ്സ് ഉള്ളതാ. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് പോവും. എന്നെ പീഡിപ്പിക്കുന്ന സുഹൃത്തെ, വാടക തന്നാ ഞാൻ അങ്ങോട്ട് പൊക്കോളാം. അത്രേ ഉള്ളൂ. 6 മാസമായി 11,000 രൂപ തരണ്ട. 6, 3, 18, 11,000 രൂപ തന്നാൽ ഞാൻ പൊക്കോളാം. ഹായ് ഗൈസ്, ഞാൻ ഒരുപാട് ദുഃഖം. എന്നെ നിങ്ങൾക്കറിയാലോ, ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട മനജ ടീച്ചറാണ്. ഞാൻ എന്താന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. ഇതാണ് എൻ്റെ വീട്. ഇവിടെ ആണെങ്കിൽ 6 മാസത്തെ വാടക ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഈ ചേട്ടൻ വന്നിട്ട് ഹലോ വിനു. ഹായ് വിനു. അപ്പൊ ഈ ചേട്ടൻ വന്നിട്ടേ ഞങ്ങളുടെ അടുത്ത് പറയുവാണ് ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണമെന്ന് പറയുന്നു. ഞങ്ങൾ എങ്ങോട്ട് ഇറങ്ങി കൊടുക്കും? നിങ്ങൾക്കറിയാമോ, എന്റെ മുടിയിൽ ഈ ചേട്ടൻ കുത്തിപ്പിടിച്ച് എന്റെ കൈ പിടിച്ച് തിരിച്ചോടിച്ച് എന്റെ തല തേടി ഈ കല്ലേലിട്ട് ഇടിപ്പിച്ച് ഇവിടെ മുടച്ചിരിക്കും. നിങ്ങൾ കണ്ടോ? എന്റെ ഫോണിൽ ഇച്ചിരി ക്ലാരിറ്റി കുറവാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തെ. എന്റെ തല ഇവിടെ ഇട്ട് ഇടിപ്പിച്ചിങ്ങനെ ഇതാണ് ഇവിടെ മുടച്ചിരിക്കുക. ഒരു തരത്തിൽ എന്തുവരെ രമേശ ഇത്? ഈ സമയത്താണോ ഇങ്ങനെ ലവിന്റെ ഇമോജിയൊക്കെ ഇടുന്നേ? ഞാനിപ്പോ അങ്ങനത്തെ ഒരു മൂഡിലല്ല. ഞാൻ ഇവിടെ വിഷമിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഈ ഒരു തരത്തിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. ഇങ്ങേരാണ്, ഇയാളാണ്. കണ്ണും മുഖവും ഇല്ലാത്ത ആളെന്നോ? അയ്യോ അതാണ് മുഖം. ഒന്ന് തിരിച്ചാ നിങ്ങള്. ഇങ്ങേരാണ് നിങ്ങളെ വിളിക്കുന്നു. വാടക വന്നില്ല. എന്റെ മുഖം കാണിക്കില്ല. നിങ്ങൾ എന്റെ വാടക തരുമോ? ഞാൻ പൊക്കോളാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും എന്നെ സഹായിക്കണം. ഈ ലൈവ് മാക്സിമം ഷെയർ ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കണം. ഞങ്ങൾ പീഡിപ്പിക്കുകയാണ്, മാനസികമായി പീഡിപ്പിക്കുകയാണ്, ശാരീരികമായി പീഡിപ്പിക്കുകയാണ്, ദ്രോഹിക്കുകയാണ്. ഈ ലൈവേ 1 മില്യൺ കഴിഞ്ഞു. കണ്ടോ? 166 ഷെയറായി. ഇങ്ങനെ എല്ലാവരിലേക്കും എത്തും. എല്ലാവരിലേക്കും അതിന് നിനക്ക് സമൂഹത്തിന് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. പീഡന കേസിൽ നിന്നെ ഇപ്പൊ അകത്ത് കൊണ്ടുപോകും. എന്ത് കാര്യത്തിന്? വീട്ടിൽ കയറി താമസിച്ചിട്ട് വാടക ന്യായം പറയില്ല സുഹൃത്തെ. ന്യായമല്ല. ഇറങ്ങി നടക്കുന്നത് ഇറങ്ങാൻ പറ്റത്തില്ല. എന്താ പറഞ്ഞ പ്രശ്നം? എന്താണ്? എന്താ പ്രശ്നം? ഫേസ്ബുക്കിൽ ലൈവ് എന്താ കാര്യം? എന്താണ് ലൈവ് കണ്ടായിരുന്നോ? എന്റെ ഇവിടെ നോക്കിക്കേ, അടിച്ചു പൊളിച്ചു വെച്ചേക്കുന്ന കണ്ട ചോര കണ്ടോ? ചോരയല്ല, അത് ചോരയല്ല, അത് കുങ്കുമം തൊട്ടേക്കണാണ്. അല്ല, കുങ്കുമത്തിന്റെ ഇപ്പുറത്തെ കണ്ട കല്ലിന്റെ പാട് കണ്ടോ? എന്താണോ ഈ കാണിച്ചു വെച്ചിരിക്കണത്? ആണുങ്ങളില്ലാത്ത വീട്ടിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാവോ? എന്ത് പ്രശ്നമാണെന്ന് അറിയാമോ? ചേട്ടാ, അത് എന്നാന്ന് അറിയാമോ? എനിക്കൊരു 6 മാസം വാടക തരാറുണ്ട്. ഞാൻ ഇല്ലാത്തപ്പോ എന്റെ വൈഫ് കൊടുത്താണ് വാടകയ്ക്ക് വീടേ. വാടക തന്നിട്ടില്ല, അത് ചോദിക്കാൻ വേണ്ടി വന്നാൽ തന്നെ നമ്മൾ പൊക്കോളാം. അതല്ല ഞാൻ പറയണം, നമ്മൾ അങ്ങനെ പെണ്ണുങ്ങളെ ഉപദ്രവിക്കരുതെന്ന്. ആണോ? ഇവർക്കല്ലേ മുൻഗണന. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് നമുക്ക് പറ്റില്ല. അതല്ല ഞാൻ പറയട്ടെ, അവര് കേസ് കൊടുത്ത നിങ്ങൾ അയ്യോ എന്റെ ദൈവമേ, എന്റെ കൈ തല്ലി ഓടിച്ചേ. അയ്യോ എന്റെ മുടിക്ക് ബുദ്ധി പിടിച്ചേ. ചോദിക്കാനും പറയാൻ ആരുമില്ലേ? ചോദിക്കാം, നിങ്ങൾ എന്തിനാണോ മുടിക്ക് കുത്തി പിടിച്ചത്? ഞാൻ പിടിച്ചിട്ടില്ല. പിന്നെ അവര് പറഞ്ഞ പിടിച്ചിട്ടുണ്ട്. അവര് പറഞ്ഞെന്നും പറഞ്ഞു. ഒരു കാര്യമുണ്ട്, എങ്ങനെയെങ്കിലും പറഞ്ഞു നമുക്ക് തീർക്കാം ഇത്. ഞാനേ ഒരു ലൈവ് കൂടെ പോവാം. ഞാൻ എന്താ ചെയ്യണ്ടത്? എന്ത് കൊടുക്കും അവർക്ക്? ഞാൻ എന്ത് കൊടുക്കാൻ? ഒരു അടി കൊടുക്കണം. അങ്ങനെ എന്തെങ്കിലും കൊടുത്ത് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പ്രശ്നം പരിഹരിക്കാം. നമുക്ക് കൊടുക്കണോ ചോദിച്ചു. അതെ, എന്ത് തരേണ്ടി വരും? എനിക്കൊന്നും വേണ്ട. ഒത്തുതീർപ്പിന് ഞാൻ സമ്മതിക്കത്തില്ല. എന്നെ മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ചതാ നിങ്ങൾ. ഞാനിപ്പോ ലൈവ് ഞാൻ പറയാന്ന് പറഞ്ഞില്ലേ? അവര് പുള്ളി ചോദിച്ചിരിക്കണ എന്ത് തരണോന്നാ ചോദിച്ചിരിക്കണത്. എന്ത് തരണോന്ന് ചോദിച്ചോ? എന്ത്? എത്ര രൂപ? ഒരു 50,000 രൂപ. 60 പറയും ഞാൻ. 10 അതിന്റെ അതെ,
പറഞ്ഞ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു 60,000 രൂപ കൊടുത്ത് പ്രശ്നം നമുക്ക് തീർക്കാം. 60,000 രൂപ? പിന്നെ അറിയാലോ, എനിക്ക് 18,000 രൂപ കിട്ടാനുള്ള അതിന് 60,000 അങ്ങോട്ട് കൊടുക്കണം. എടോ അവര് കേസ് കൊടുത്ത 2 ലക്ഷം രൂപയും അറിയാലോ എടുത്ത് നിങ്ങൾ അകത്തിട്ടും പോലീസ് ഏതായാലും ഗുജറാത്തിൽ ഉണ്ടാക്കിയ പൈസ മുഴുവൻ തരാം, തന്നേക്കാം. പൈസ ഞാൻ ഇങ്ങൊന്ന് ഞാൻ അവർക്ക് പൈസ കൊടുക്കൂല. പിന്നെ ആർക്ക് പൈസ കൊടുക്കുന്നു? നിങ്ങൾ ഞാൻ വന്നപ്പോൾ മുതൽ നിങ്ങൾ ചുമ്മാ പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് വെറുതെ കേസ് ഉണ്ടാക്കിയാണ്. ഫേസ്ബുക്കിൽ ലൈവ് പോയതാണ്. ഞാൻ ഈ ചേട്ടന് പൈസ അയച്ചു തരാം. എനിക്ക് അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾ കൊടുത്താൽ മതി. കാരണം ഒരു മുഖ്യ സാക്ഷി വേണമല്ലോ. അത് വേണം. മുഖ്യ സാക്ഷി വേണമല്ലോ. നമ്മൾ മോശക്കാരനായല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്, ഫേസ്ബുക്കിലെ സാധനം ഡിലീറ്റ് ചെയ്യണം. ആദ്യം പൈസ ഇടും, എന്നിട്ട് ഞാൻ അല്ല, പൈസ ഇടുന്ന മുമ്പ് സാധനം ഡിലീറ്റ് ചെയ്യും. അല്ല, പൈസ ആദ്യം ഇടും. പൈസ അവിടെ വീഴുമ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്യിപ്പിക്കാൻ ഞാനാണ് പറയണത്. ഡിലീറ്റ് ചെയ്യും. ചേട്ടൻ ആ നമ്പർ എന്ന് പറഞ്ഞു എന്നത് രാമായണം വായിക്കാത്ത കാര്യം പറ. 9846 ഓക്കെ അല്ലേ? 50,000 അല്ല, എത്രയാണ്? 60 വന്നിട്ടില്ല. 60 വന്നിട്ടില്ല. ഞാൻ റാക്കടിക്കാനുള്ള ഈ റാക്കടിച്ച ഞാൻ കറങ്ങുക. ഹോട്ട്സ്പോട്ട് കൊടുക്കും. എന്തിന് ഹോട്ട്സ്പോട്ട് വേണ്ട, എനിക്ക് ആരുടെ ഒരു സ്പോട്ടും വേണ്ട. തന്നോളാം. കളിക്കണ്ട. പൈസ വന്നാ എവിടെ? ഡിലീറ്റ്. എന്ത്? ഫേസ്ബുക്കിൽ സാധനം ഡിലീറ്റ്. അല്ലല്ല, ഡിലീറ്റ്. അത് ഡിലീറ്റ്. ചെയ്താ സമാധാനം. അതെ, 18,000 രൂപ ഇട്. 18,000 രൂപ എന്റെ വാടക. 18,000 രൂപ. അല്ല, ചേട്ടൻ തരണ്ട. നിങ്ങൾ തന്നെ. അല്ല, ചേട്ടൻ്റെ ഒരു മധ്യസൂചന പ്രശ്നം തീർത്താൽ ചേട്ടനല്ല, അത് കുഴപ്പമില്ല. അല്ല, അങ്ങനെ അങ്ങേര് തരണ്ട. അങ്ങനല്ലല്ലോ വാടക തരേണ്ടത്. നിങ്ങളല്ലേ വാടക തരേണ്ടത്. അയാള് തന്നാൽ എന്താ കുഴപ്പം? അയാളാണ് നിങ്ങൾ അച്ഛനാണോ? അല്ല, എന്റെ അച്ഛനല്ല, എന്റെ 2 പിള്ളേർ അച്ഛനാ അങ്ങേര്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീം അജേഷ് ഉണ്ട്, ശ്രീജു ഉണ്ട്, സൈചേട്ടനുണ്ട്. ഒരു നല്ല കൈയടി. ഹലോ പുഷ്പയുടെ ഗോഡൗണല്ലേ? അതെ, പുഷ്പയുടെ ഗോഡൗണാണ്. നാളെ കുറച്ച് ചന്ദനം വേണമായിരുന്നു. ചന്ദനോ? ഒരു കാര്യം ചെയ്, വെളുപ്പിന് ഒരു 4:30 മണിക്ക് ഉറക്കം ഒഴിക്കണം. 3:30 എണീറ്റേക്കാം. ഒന്ന് കുളിക്കണം. 2 തവണ കുളിക്കും, തണുപ്പാന്നേലും. എന്നിട്ട് ഏറ്റവും അടുത്തുള്ള ഏതെങ്കിലും അമ്പലത്തിൽ പോടാ, ചന്ദനം കിട്ടും. എന്നിട്ട് നാട്ടു നടപ്പനുസരിച്ച് ആ പോറ്റിക്ക് ഒരു 10 രൂപ അങ്ങ് കൊടുത്തേരാ. എടാ വേട്ടാവളിയാ, രക്തചന്ദനം 1 ലോഡ് വേണമെന്നാ പറഞ്ഞ. നാളെ 1 ലോഡ് ചന്ദനോ? പുഷ്പണ്ണ ഒരു കോളുണ്ടെണ്ണ. കോളുണ്ട്, എടുത്തിട്ട് ഞാനില്ലെന്ന് പറയടാ. എന്റെ പൊന്നെ, ഇങ്ങോട്ട് കേറി വാണ. കണ്ണിൽ കർപ്പൂര ദീപമോ, ശ്രീവള്ളി വാക്കിൽ കല്യാണി രാഗമോ. കണ്ണിൽ കർപ്പൂര ദീപമോ, ശ്രീവള്ളി വാക്കിൽ. എന്റെ ദൈവമേ, റൈറ്റ്സ് ഇല്ലാത്ത സിനിമയൊക്കെ എടുത്ത് സ്കൂൾ പഠിച്ച് പാലും മനുഷ്യൻ ഡൂപ്പാട് തല്ലി കേട്ടോ. പുഷ്പരാജ് താഴത്തില്ലടാ. എന്നാ ഈ ഡയലോഗ് പറഞ്ഞോണ്ട് കൊള്ളാം. ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ആട് ജീവിതത്തിലെ പൃഥ്വിരാജ് വന്നിരിക്കണം. പിന്നെ ഈ ചെരുപ്പ് ഇങ്ങനെ ഇട്ട് ഒരച്ചൊരച്ചൊരച്ച് ഈ മാസം 16 ചെരുപ്പായി കേട്ടോ. ഈ കാര്യത്തിൽ എന്റെ ഭാര്യ സെക്കൻഡാ. അപ്പൊ നിന്റെ ഭാര്യ ഇങ്ങനെ ഒരച്ചൊരച്ചാ നടക്കുന്നത്? അല്ലല്ല, അവക്ക് ആക്റ്റീവ് ഉണ്ട്. അവളിങ്ങനെ ഒരച്ചൊരച്ചാ ഓട്ടിക്കുന്നേ. പുഷ്പരാജ് താഴത്തില്ലടാ. ഒരു കോളുണ്ട്. എന്തോ കോള്? 1 ലോഡ് രക്തചന്ദ്രൻ കൊടുക്കണം ഒരാൾക്ക്. നീ അങ്ങ് ഏറ്റോ? ഞാൻ ഏറ്റല്ലോ. എന്നാ പൂക്കത്തോളം ഇരിക്കുന്നു ഇവിടെ? നീ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടോ ഇവിടെ? അപ്പൊ ഈ കാണുന്നതൊക്കെ? എടാ, അത് 350 രൂപ. അപ്പൊ അത് വാങ്ങുന്നവന് ഭയങ്കര ലാഭമല്ലേ? എടാ, ഇറക്കാൻ 350 രൂപ എടുത്ത് ഫ്ലക്സ് അടിച്ച് വെച്ചേക്ക് വന്നു. പഴയ പ്രൗഢി കാത്ത് സൂക്ഷിക്കണ്ടേ എനിക്ക്? ആണ്ടടാ, ഓർഡറും തെറ്റി. എടാ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ചന്ദനം വെട്ടാൻ ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഈ ചരിഞ്ഞ തോളും കൊണ്ട് കിണക്കാന്ന് പറഞ്ഞ് എനിക്ക് പറ്റുമോ മരത്തെ കയറാൻ? നിന്നോട് പറഞ്ഞാ നീ വെട്ടുമോ? എന്തിന്? ഇന്നലെ ഇത്ര വെള്ളം ചൂടാക്കാൻ ഇത്ര ഉണക്കച്ചുള്ളി ഓടിച്ചോണ്ട് താടാന്ന് പറഞ്ഞപ്പോ നീ എന്തുവാ പറഞ്ഞേ? ഈ പാൻറ്റൂര് കത്തിക്കാൻ. വെള്ളത്തിൽ മുക്കിയാ നനയാത്ത എന്റെ പാന്റ് കത്തിക്കാൻ പറയും നീ ഇല്ലയോടാ? എനിക്ക് വയ്യ ഇത് നടത്തി ഞാൻ അണ്ണാ ഇങ്ങനെ നടന്ന് കരയല്ലേ അണ്ണാ? ഇങ്ങനെ നടന്ന് കരയാ? നന്നായിരിക്കുന്നു. അണ്ണനെ കൊണ്ട് ഈ മോശം ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പറ്റത്തില്ല. എടാ, പറ്റത്തില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും ഈ ചന്ദനത്തിന്റെ പരിപാടി നടത്തുന്ന ആളാണല്ലോ. അതെ. ഒരു കാട്ടിൽ കുറച്ച് രക്തചന്ദനം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. നാളെ രാവിലെ ഞാനത് വെട്ടാൻ തീരുമാനിച്ചു. ഓക്കെ. അപ്പൊ 10 മണിയാവുമ്പം നീ എന്നെ സ്പോട്ടിൽ എത്തിക്കണം. ഹോട്ടലിൽ കൊണ്ടുവയ്ക്കാൻ നിങ്ങൾ എന്താ തത്തക്കുഞ്ഞു? അടിപൊളിടാ, കിടുക്ക സാധനം. ഈ തത്ത കൗണ്ടറിന് വേണ്ടി നീ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നില്ലയോ? ആ ചന്ദന മരത്തിന്റെ സ്പോട്ടിൽ എന്നെ കൊണ്ടുപോകണമെന്ന് രാവിലെ 10 മണിക്ക് അണ്ണൻ ചന്ദനം വെട്ടാൻ തീരുമാനിച്ചു. തീരുമാനിച്ചു. ഓക്കെ, അപ്പോ ബെസ്റ്റ് ഓഫ് ലക്ക്.
ബസ് സ്റ്റോപ്പിൽ വിട്ടാ പോരാ, എന്നെ ചന്ദനമരത്തിന്റെ സ്പോട്ടിൽ കൊണ്ടുവരണം. എന്റെ തത്തേര മുകളിൽ നിൽക്കുന്നുണ്ട്. പോലീസ് വരണമെന്നാണ് തോന്നുന്നത്. പോലീസോ? ഓ എടാ, പുഷ്പയുടെ ഗോഡൌണിൽ കയറാൻ ധൈര്യമുള്ള പോലീസ് ആരാന്ന് എനിക്കൊന്ന് കാണണം. നീ ഇവിടെ ഇപ്പൊ വരാം. കണ്ണിൽ കർപ്പൂര ദീപമോ പരിപാടിയല്ല. ഇങ്ങോട്ട് വരാം. അങ്ങോട്ട് വന്നാൽ പിന്നെ ചെരുപ്പ് ചെയ്യും. പിന്നെ പുതിയ ചെരുപ്പല്ലേ തേഞ്ഞാഞ്ഞ് തീരാറാ. ഇങ്ങോട്ട് വരുവാ. മൂത്രം ഒഴിച്ചിട്ട് വരാം. ഇനി എന്നെ ഒറ്റയ്ക്കാക്കാൻ ഞാൻ എറിഞ്ഞാലേ ഇവിടെ വന്നേ. ഇവിടെ വാ. എന്താ സാറേ വന്നിട്ടൊന്നും മിണ്ടാ നിൽക്കണേ? ഇത് എന്റെ മ്യൂസിക് അല്ല അല്ലേ? എന്റെ മ്യൂസിക് വേറെ മ്യൂസിക്കാണ്. വേറെ അടുത്തിന്റെ മ്യൂസിക് കയറി ഒരു ചമ്മല്. ഓ അങ്ങനെയാണ്. ഓ അങ്ങനെ സാറിന് മ്യൂസിക് എങ്കിലും ഉണ്ടായിരുന്നു, എനിക്ക് അതുപോലും ഇല്ലായിരുന്നു. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. എത്ര രൂപ കൊടുക്കും? എന്തോന്ന്? ഈ കാനായ കുഞ്ഞിരാമന്റെ പ്രതിമ. അയ്യോ, ഇത് കുഞ്ഞിരാമന്റെ പ്രതിമ അല്ല, പിന്നെ ഇതാണ് എന്റെ പുഷ്പണ്ണായി. ഓ ചെക്ക് ചെയ്യടാ. പോക്കരുത് പോലെ ഒരു ഹാൻസ് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറ, ചുണ്ടും കൊണ്ട് ഇപ്പൊ വരും. ആര്? അണ്ണാ ചെക്ക് ചെയ്തു, ഓൾ ക്ലിയർ. ഓള് ക്ലിയർ ആണെങ്കിൽ നമ്മളും ക്ലിയർ. ആണ്ട്രാ ഒറ്റയടിക്കതോ മലപ്പുറത്ത് പോയി നിൽക്കുന്നു. രക്ഷപ്പെടാനുള്ള പരിപാടിയാണെങ്കിൽ ഞാൻ സ്വഭാവം മാറുക. മര്യാദയ്ക്ക് പുഷ്പ എണ്ണാറ്റുന്നില്ലേ? ഈ പുഷ്പയുടെ ഗോഡൌണിൽ കയറാൻ മാത്രം യൂണിഫോം ഇട്ട ഒരാളും ഇവിടെ ഉണ്ടായിട്ടില്ല. അയ്യോ, ഇതാണ് പുഷ്പയുടെ സൗണ്ട്. അയ്യോ, ഇതല്ല പുഷ്പയുടെ സൗണ്ട്. എടാ, ഇത് ടെലികാസ്റ്റ് സമയത്ത് ജിസ്റ്റോയ് വന്ന് ഡബ്ബി. നിനക്ക് വീട്ടിൽ ഇരുന്ന് കണ്ടു സൂഹിക്കാം കേട്ടോ. ആരാടാ നീ? ചോദിച്ചല്ലേ മറുപടി പറയണം. ബൻവർ സിംഗ് ശിഖാവത്ത്. എന്റെ ദൈവമേ, കുഞ്ഞുനാളി TV കണ്ടിട്ടേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് നേരിട്ട് കാണുമെന്ന് വിചാരിച്ചില്ലേ കേട്ടോ. എന്തോന്ന്? ഡെൻവർ ദി ലാസ്റ്റ് ഡൈനോസർ. അത് പഴയ കാർട്ടൂൺ. പിന്നെ ഞാൻ ബൻവർ സിംഗ് ശിഖാവത്ത് SP. ഇന്നലെ ചാർജ് എടുത്തു. എന്താണ്? ഇന്നലെ ചാർജ് എടുത്തു. ആട്ട കിടക്കുന്നു. ചുമ്മാതല്ല എടാ, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ 2-3 ദിവസം കൊണ്ട് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആന്ന്. ചാർജർ തപ്പിട്ട് കണ്ടില്ല, ഇവൻ എടുത്തതാന്ന്. ഹലോ, ചാർജ് എടുത്തെന്നല്ല പറഞ്ഞത്, പിന്നെ ചാർജ് എടുത്തു. ചാർജ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എവനിട്ടൊരെണ്ണം കൊടുക്കണം. തെലുങ്ക് സിനിമയാണ്. മിസ്റ്റർ SP, പുഷ്പയുടെ ഗോഡൌണിൽ വന്ന് പുഷ്പയുടെ ആളെ തല്ലിയ നിന്നെ ഇനി ജീവനോടെ വിടണോ എന്ന് പുഷ്പ തീരുമാനിക്കും. പുഷ്പ തീരുമാനിക്കും. കേശവ, എന്താ കാണിക്കുക? ഈ കുളങ്കര കളിക്കാനല്ലേ നിങ്ങൾ? അത് കേട്ടിട്ടോ രസ്പി നിന്ന് തുള്ളുന്ന തുള്ളക്കം കണ്ടു. വീട്ടിൽ നിന്ന് വരുവാന്നോ? എന്താ ചെറുക്കം ബബിൾക്കം തിന്നിട്ട് ഒട്ടിച്ച് വെച്ചേക്കുന്നു. ബബിൾക്കം തിന്നല്ലെന്ന് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ മറ്റേ പോലീസ് കൊണ്ട് ബ്രേക്ക് ഇടിച്ചു. മിസ്റ്റർ പുഷ്പ. എന്തുവാ SP? നിങ്ങൾ ഇതൊക്കെ നിർത്തണം. അതൊന്നും അങ്ങനെ നിർത്താൻ പറ്റത്തില്ല. ഇതിന് കുറച്ച് കമ്മിറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക്. ഞങ്ങൾ കുറെ പേർക്ക് ഈ സാമാനമൊക്കെ കൊടുക്കുക, അവർക്കുമായിട്ട് ഡീലിംഗ് ഉണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ നിർത്താൻ പറ്റത്തില്ല ഇത്. മിസ്റ്റർ പുഷ്പ, ആ പുറത്ത് നിൽക്കുന്നവനെ കണ്ടോ? രാവിലെ പൊക്കിയതാ. ഇരിഞ്ചയം മധു, ചെല്ലാങ്കോട് സുനി, ഇവരെയൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. കേശവ, പാപ്പനംകോട് സിന്ധു, പാറശാല തങ്കം, കിളിമാനൂർ ഇന്ദു, ഇവരെല്ലാം ആശാൻ ഒതുക്കിയിട്ടുണ്ട്. ചെലവനും കൊടുക്കും. എന്തുകൂടാ പറയുന്ന? എന്റെ ഭാര്യ കേട്ട് കഴിഞ്ഞാൽ ആകെ ചുമ്മാ പറഞ്ഞ അങ്ങനെ സംഭവമൊന്നുമില്ല. മിസ്റ്റർ പുഷ്പ, എന്തുവാ? നിങ്ങളുടെ ചരക്ക് എന്റെ കസ്റ്റഡിയിലുണ്ട്. മിസ്റ്റർ SP, ഈ പുഷ്പയെ പിടിക്കാനൊന്നും അങ്ങനെ പറ്റത്തില്ല. പുഷ്പയ്ക്ക് സിൻഡിക്കേറ്റിന്റെ ബലമുണ്ട്. മിസ്റ്റർ പുഷ്പ, നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിച്ച് നീങ്ങാം. അതല്ലെങ്കിൽ എന്റെ കടുത്ത ശിക്ഷകൾ നിങ്ങൾ സ്വീകരിക്കേണ്ടി വരും. എന്റെ ഏത് ശിക്ഷാ രീതിയും അണ്ണൻ താങ്ങും. ഇടുക്കാച്ചേരി താങ്ങും. ഉറപ്പാണോ? പിന്നെന്ത്? എന്നാ പിടിച്ചോ. അയ്യോ, റിഫ്ലക്ടർ. അയ്യോ, റിഫ്ലക്ട് ചെയ്യുന്നു. ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ആരോടും ചെയ്യരുത്. പ്ലീസ്, ഇങ്ങനെ ചെയ്യരുത്. എന്നെ താക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ അല്ല, കണ്ണും പോയി. എന്റെ പൊന്നു കൂട്ടുകാരെ, ഇവിടെ ചന്ദനം പരിപാടി ഒന്നുമില്ല. നിങ്ങൾക്കൊന്ന് പോകാൻ പോകും. എങ്ങനെ പോകും? നിന്നെ ജീവനോടെ പിടിച്ചു കൊടുത്താൽ 40 ലക്ഷം, നിന്നെ കൊന്നിട്ടാണ് 20 ലക്ഷം. അതും കൊണ്ടേ ഞാൻ ഇവിടുന്ന് പോകും. എങ്ങനെ കൊണ്ടുപോകും? ഇവിടെ തൊണ്ടിയൊന്നുമില്ല. പിന്നെ നിങ്ങളൊക്കെ പിടിക്കാനൊന്നും പറ്റത്തില്ല. തന്നെ ആര് പറഞ്ഞു തൊണ്ടിയില്ലാന്ന്? ഇവിടെ രക്തം ഉണ്ട് സാറേ. എവിടെ ഇരിക്കുന്നു? 40 ലക്ഷം കിട്ടിയാ ഞാൻ ഒറ്റു. എടാ കേശവ, നീ ആവശ്യമില്ലാതെ ഇവിടെ രക്തം സാറേ, ഇവിടെ രക്തം ഉണ്ട് സാറേ. 40 ലക്ഷം. നീ അത് സാധനം കൊണ്ടുപോയി 40 ലക്ഷം രൂപ ഇവിടെ ഇരിക്കുന്നു. ഞാൻ കാണിച്ചു തന്നെ.
അയ്യോ ഇത് രക്തചന്ദനമൊന്നുമല്ല, ഇത് സാധാ ചന്ദനം. പോടാ ഇത്. രക്തചന്ദനം സാറേ. ഇല്ല ഇത് സാധാ ചന്ദനമാണ്. ചുമ്മാ ആവശ്യമില്ല എന്റെ 40 നീ പൈസ കിട്ടുമെന്ന് പറയുമ്പോ എന്നെ ഒത്തുകൂടാ. അയ്യോ അടിക്കരുത്. ഈ ചെറുക്കന്റെ കാര്യം നോക്കം വെച്ചോണ്ട് തെളിയിക്കാൻ നോക്കട്ടെ. ഓ എന്നെ അറസ്റ്റ് ചെയ്തു. ഇവിടെ രക്തചന്ദനം ഇല്ലെന്നല്ലേ ഞാൻ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ഇവിടെ രക്തചന്ദനം ഉണ്ട്. എവിടെ? ഇതെന്റെ രക്തം, ഇത് ചന്ദനം. പുഷ്പ താഴ്ന്നു പോയടാ. പുഷ്പയ്ക്ക് ഒരു നല്ല കൈഡി. ബിജുക്കുട്ടൻ ചേട്ടാ, എനിക്ക് വളരെ മോശമായിട്ടാണ് തോന്നിയിട്ടോ. കാരണം ഇത് ചിരിക്കാൻ ഉണ്ടായിരുന്നേ ഇല്ല അല്ലേ? ചിരിക്കാൻ ഒട്ടും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സജി തല കറങ്ങി ഇങ്ങനെ വീണിട്ട് അതിൻ്റെ എഫക്റ്റ് കാണിച്ചില്ലായിരുന്നു തന്നെ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പൗഡർ ഇട്ടിട്ട് ആ എഫക്റ്റ് ചവിട്ടുമ്പോഴൊക്കെ എഫക്റ്റ് വന്ന സാധനം നന്നായിരുന്നു, അത് തമാശയായിരുന്നു. പിന്നെ ആ കളം വരച്ചിട്ട് ഇങ്ങനെ പുഷ്പ കളം വരച്ച കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇയാൾ തെറ്റിദ്ധരിക്കും ഇത് കുളങ്കരയാണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ 1-2 കൗണ്ടറുകളല്ലാതെ എനിക്ക് പേഴ്സണലായിട്ട് ഒട്ടും വർക്കായില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതൊന്നും പോരാ, വളരെ ഗംഭീരമായിട്ട് തിരിച്ചു വരണം കേട്ടോ. നേരത്തെയൊക്കെ മോശമാക്കിയിട്ടില്ല നിങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചില സ്കിറ്റുകൾ തകടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൊളിഞ്ഞിങ്ങനെ പോരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല, അടുത്ത പ്രാവശ്യം ഗ്രാൻഡ് ആക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സുഖമായില്ല, അത്രയേ ഉള്ളൂ. കാര്യം ഒന്നാമത് ഈ പുഷ്പ എന്ന് പറയുന്ന ഈ ക്യാരക്ടർ നമ്മൾ ഒരുപാട് മിമിക്രി വേദികളിലൊക്കെ കണ്ടതാണ്, സ്റ്റേജിലൊക്കെ ഒരുപാട് കണ്ടാണ്. പിന്നെ അതിൻ്റെ അകത്ത് മൊത്തത്തിൽ സീരിയസ് ആയിപ്പോയി കാര്യങ്ങൾ പറഞ്ഞതുമൊക്കെ. നിങ്ങളുടെ ഗെറ്റപ്പൊക്കെ ഓക്കെയാണ്. അജേഷിനെക്കട തിരിച്ചറിയത്തില്ല, ശബ്ദത്തിലാണ് അജേഷാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്. അതേപോലെ ശ്രീജുവിൻ്റെ മുട്ടത്തല നല്ല മേക്കപ്പ് ഒറിജിനലായിട്ട് തന്നെ ഫീൽ ചെയ്യും ഇവിടെ വന്നാലും. നിങ്ങളുടെ ഒരു കളിയുടെ സ്റ്റൈലേ അല്ല ഇതിപ്പോൾ പെട്ടെന്ന് വന്ന് ഒരെണ്ണം തട്ടിക്കൂട്ടി അങ്ങ് ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗാണ് വന്നത്. അത് പോരാ നമുക്കിവിടെ. നിങ്ങൾ നല്ല നല്ല സാധനങ്ങൾ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, പക്ഷേ ഇതിൻ്റെ അകത്ത് കൗണ്ടറൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് വിറ്റ് പോയനെ. ആ ഒരു ദാരിദ്ര്യമാണ് നമുക്കിതിൽ ഫീൽ ചെയ്ത്, തമാശയുടെ കുറവ് അതാണ്. പിന്നെ അതൊരു ബലമില്ലാത്തൊരു സ്ക്രിപ്റ്റും ആയിപ്പോയി. സാറേയില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാവുന്നേ അല്ലേ? അടുത്ത പ്രാവശ്യം നമുക്ക് ഓടിച്ചിട്ട് പിടിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. സാറേട്ടാ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ പുഷ്പയുടെ വരവ് കഴിഞ്ഞിട്ട് ഈ എനിക്കിഷ്ടപ്പെട്ട ഒരു പോർഷൻ SP-യുടെ എൻട്രി ഗംഭീരമായി. കാരണം ലുക്കൊക്കെ ഉണ്ട് നല്ല കാഴ്ചയിൽ. അപ്പോൾ അതിനി അങ്ങോട്ട് കയറുമെന്ന് വിചാരിച്ചു. പിന്നെ SP സീരിയസും അല്ല, പിന്നെ കോമഡി അല്ല, പിന്നെ സീരിയസും ഇങ്ങനെ രണ്ടും കൂടെ മിക്സായി പോയാൽ ഒരു ക്യാരക്ടർ ഇല്ല. അതായി അടുത്ത പ്രാവശ്യം ഗംഭീരം ആക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേട്ടാ. മാർക്സ് പ്രസാദേട്ടാ എത്രയാണ്? ഒരു 6000. 6000 രൂപ. 6000. ഞാനും കുറക്കുന്നില്ല, 6000 തന്നെ. 12000 രൂപ. നസീർക്ക അപ്പോൾ ബാക്കി എന്നാ? ടോട്ടൽ 20000 രൂപ. പ്രാവശ്യത്തെ വർക്കായില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് ഉഷാറാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു നസീർക്ക. അപ്പൊ നമുക്കെന്നാ പോവാല്ലേ? ഇന്ന് പിരിയാം. നമുക്ക് ഇതിൽ കൂടുതൽ ചിരിക്കാൻ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്. തലമുറകളോളം സമാനതകളില്ലാത്ത രുചി. LG കായം.